നമസ്കാരം. പ്രധാന വാർത്തകൾ. ആറന്മുള ക്ഷേത്രത്തിലെ പെയ്ഡ് വള്ളസദ്യ തീരുമാനത്തിൽ നിന്നും പിന്മാറി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. തർക്കങ്ങൾക്കും വിവാദങ്ങൾക്കുമൊടുവിൽ ആറന്മുള ക്ഷേത്രത്തിലെ പെയ്ഡ് വള്ളസദ്യയിൽ നിന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പിന്മാറി. വിഷയത്തിൽ തങ്ങൾ സംഘർഷത്തിന് ആഗ്രഹിക്കുന്നില്ലെന്ന് ബോർഡ് അധികൃതർ അറിയിച്ചു. ആറന്മുള പള്ളിയോട സേവാ സംഘ ഭാരവാഹികൾ ഇന്നലെ ബോർഡ് ആസ്ഥാനത്തെത്തിയിരുന്നു. എന്നാൽ സംഘത്തിലെ 3 പ്രധാന ഭാരവാഹികളുമായി മാത്രം ചർച്ച നടത്താമെന്നായിരുന്നു ദേവസ്വം ബോർഡിന്റെ അറിയിപ്പ്. ഇത് അംഗീകരിക്കാൻ പള്ളിയോട സേവാ സംഘം തയ്യാറായില്ല. ചർച്ചയ്ക്ക് തയ്യാറാകാതെ പള്ളിയോട സേവാ സംഘം ഭാരവാഹികൾ മടങ്ങിപ്പോയി. ക്ഷേത്രത്തിന് പുറത്ത് പള്ളിയോട സേവാ സംഘവുമായി സഹകരിച്ച് വള്ളസദ്യ നടത്താമെന്ന് ബോർഡ് അറിയിച്ചിരുന്നു. എന്നാൽ ഇതിനും പള്ളിയോട സേവാ സംഘം തയ്യാറായില്ല. പിന്നാലെയാണ് ഈ മാസം 3-ന് ആറന്മുള ക്ഷേത്രത്തിൽ നടത്താനിരുന്ന പെയ്ഡ് വള്ളസദ്യയിൽ നിന്ന് ദേവസ്വം ബോർഡ് പിന്മാറിയത്. നിമിഷപ്രിയയുടെ വധശിക്ഷ. കാന്തപുരത്തിന്റെ പ്രതിനിധികളെ അയക്കണമെന്ന ആവശ്യം തള്ളി കേന്ദ്രം. യമനിൽ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാറിന്റെ അടക്കം പ്രതിനിധികളെ അയക്കണമെന്ന ആവശ്യം തള്ളി കേന്ദ്രം. 6-അംഗ മധ്യസ്ഥ സംഘത്തെ അയക്കണമെന്ന ആക്ഷൻ കൗൺസിലിന്റെ നിർദ്ദേശമാണ് കേന്ദ്ര സർക്കാർ തള്ളിയത്. ചർച്ച കുടുംബങ്ങൾക്കിടയിലാണ് നടക്കുന്നതെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ വാദം. കലാഭവൻ നവാസിന് വിട. അപ്രതീക്ഷിത വിയോഗം വിശ്വസിക്കാനാവാതെ സിനിമാ ലോകം. ചോറ്റാനിക്കരയിലെ ഹോട്ടലിൽ ഇന്നലെ മരിച്ച നിലയിൽ കണ്ടെത്തിയ നവാസിന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. രാവിലെ 8:30 ഇൻക്വസ്റ്റ് പൂർത്തിയാക്കി 10 മണിയോടെ പോസ്റ്റ്മോർട്ടം നടത്തും. ഇന്നലെ രാത്രിയാണ് ചോറ്റാനിക്കരയിലെ ഷൂട്ടിംഗ് സെറ്റിൽ നിന്ന് ഹോട്ടൽ മുറിയിലെത്തിയ നവാസിനെ മരിച്ച നിലയിൽ കാണുന്നത്. ഹോട്ടൽ മുറിയിൽ നിന്ന് മിനിറ്റുകൾക്കുള്ളിൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. ഒരിടവേളയ്ക്ക് ശേഷം അദ്ദേഹം സിനിമയിൽ വീണ്ടും സജീവമാകുന്നതിനിടെയാണ് അപ്രതീക്ഷിത വിയോഗം. അഭിനേതാവ് അബൂബക്കറിന്റെ മകനാണ് നവാസ്. നടി രഹ്നയാണ് ഭാര്യ. പിഴ ഈടാക്കുന്നതിനെ ചൊല്ലി തർക്കം. ഡ്രൈവറുടെ മുഖത്തടിച്ച് പോലീസുകാരൻ. മലപ്പുറത്ത് ബാങ്കിലേക്ക് പണം കൊണ്ടുപോകുകയായിരുന്ന വാഹനത്തിന്റെ ഡ്രൈവറുടെ മുഖത്തടിച്ച് പോലീസുകാരൻ. മഞ്ചേരിയിലാണ് സംഭവം. പിഴ ഈടാക്കുന്നതിനെ ചൊല്ലിയാണ് പോലീസുകാരൻ മർദ്ദിച്ചത്. ഡ്രൈവർ ജാഫറിനാണ് മർദ്ദനമേറ്റത്. മഞ്ചേരി ട്രാഫിക് എൻഫോഴ്സ്മെന്റ് യൂണിറ്റിലെ ഡ്രൈവർ നൌഷാദിനെയാണ് സ്ഥലം മാറ്റിയത്. മഞ്ചേരി ട്രാഫിക് സ്റ്റേഷനിൽ നിന്നും മലപ്പുറം ആംഡ് ഫോഴ്സിലേക്കാണ് മാറ്റിയത്. സംസ്ഥാനത്ത് റേഷൻ മണ്ണെണ്ണയുടെ വില വർദ്ധിച്ചു. എണ്ണ കമ്പനികൾ വില വർദ്ധിപ്പിച്ചതാണ് കാരണം. ലിറ്ററിന് 65 രൂപയിൽ നിന്ന് 68 രൂപയായാണ് കൂട്ടിയത്. ഓഗസ്റ്റിൽ റേഷൻ വിതരണം ഇന്ന് ആരംഭിക്കുമ്പോൾ പുതുക്കിയ വില പ്രാബല്യത്തിൽ വരും. ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള ആദ്യ പാദത്തിലെ മണ്ണെണ്ണ വിഹിതം വാങ്ങാത്ത മഞ്ഞ കാർഡ് ഉടമകൾക്ക് 2 ലിറ്ററും മറ്റ് കാർഡുകാർക്ക് 1 ലിറ്റർ വീതവും 2 പാദത്തിലെയും ചേർത്ത് ഈ മാസം അനുവദിച്ചിട്ടുണ്ട്.